അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു സഹോദരി പറഞ്ഞത്, വിവാഹം എന്നുള്ളത് എന്താണ്, ഒരു ട്രാപ്പാണ്. അപ്പോൾ ആ വിവാഹത്തിൽ ഒപ്പിട്ടതിൽ ഞാൻ ഇന്നും ഖേദിക്കുന്നു എന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു സ്ത്രീയെ ട്രാപ്പിൽ, ഒരു കെണിയിൽ പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അതിനോട് പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊരു സഹോദരി അതിനോട് ശക്തമായി പ്രതികരിച്ചത് വായിച്ചപ്പോൾ നമ്മളതൊന്ന് പൊതുവായി പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് അവർ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു യഥാർത്ഥത്തിൽ പിന്നെ വിവാഹം ട്രാപ്പാകുന്നത് പുരുഷനാണെന്നാണ്. ഓരോരുത്തർക്കും സ്വതന്ത്രമായി പറയാലോ. അതായത് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ്, ഒരു വിവാഹം കഴിയുന്നതോടുകൂടെ ഒരു ജീവൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് വരികയാണ്. അപ്പോൾ സത്യത്തിൽ അയാൾക്ക് വേണമെങ്കിൽ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു ട്രാപ്പാണ് എന്ന്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയാണ് ഉണ്ടാകുന്നത്, പുരുഷന്മാരുടെ മാത്രം ലാഭത്തിന് വേണ്ടി നടത്തുന്നതാണ് ഒരു വിവാഹം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആ കുറിപ്പ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. അതായത് ലൈംഗികതയാണ് ഒരു പുരുഷൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ലൈംഗികമായ താല്പര്യങ്ങളെയൊക്കെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകാൻ പുരുഷന്മാർക്ക് പറ്റും എന്നതിൻ്റെ ഉദാഹരണമാണ് പട്ടാളത്തിൽ അവർ ജോലി ചെയ്യുന്നു, ഗൾഫിൽ അവർ ജോലി ചെയ്യുന്നു. ഇതൊക്കെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുരുഷന് കഴിയും. പിന്നെ ജോലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെക്കാളും ഒരു കുടുംബത്തിന് വേണ്ടി പുരുഷൻ അധ്വാനിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം എന്നുള്ളത് ശരിയാണെങ്കിലും എന്താണ്, ഇതിനെ പറയുന്നത് 100 കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പെയിൻ്റ് അടിക്കാനും ജോലി ചെയ്യാനൊക്കെ പുരുഷന്മാർ തയ്യാറാകുന്നത് ഒരു കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലത്തെ ഒരു പുരുഷന് എവിടെ പോയാലും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് നിലനിൽക്കാനും പറ്റും. ഒരു സ്ത്രീക്ക് അത്ര പറ്റില്ല. അപ്പോൾ സത്യത്തിൽ ഒരു വിവാഹത്തിലൂടെ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കിട്ടുന്നതിലൂടെ അവളുടെ ജീവിതം രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും അധികം നടക്കുന്നത്. ആ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം അയാൾക്ക് പല പ്രതികൂലതകളും ഉണ്ടാക്കുന്നു എന്നാണ് ആ കുറിപ്പിൻ്റെ ഒരു ചുരുക്കം. ആളുകൾ ബോധപൂർവം എന്ത് ചെയ്യാണ്, തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ നമ്മൾക്കൊരു പരാജയം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യാണ്, അതെല്ലാം പരാജയമാണ് എന്ന് വിളിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളൊരു സ്ത്രീ വിവാഹം കഴിക്കാതെ ജീവിക്കുകയും അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് മരിച്ച് വിധവയാവുകയും ചെയ്താൽ അത് അവർക്കൊരു സുരക്ഷിതത്വ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പല ആളുകളും അവരെ അപകടപ്പെടുത്തുവാൻ വേണ്ടി ചുറ്റുവട്ടങ്ങളിൽ വരുന്നത് ഒരു ഭർത്താവില്ലാതിരിക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ ഭർത്താവ് ഒരു ഗാർഡിയനായിട്ടൊരു ഭർത്താവ് ഉണ്ടാകുമ്പോഴൊന്നും ആ സ്ത്രീയെ പിന്നെ വേറെ ആരും, അവരെല്ലാവരും ഫ്രീ ആക്കി വിടുന്നു. ആരും അവരെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സ്ത്രീക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അവിടെയൊക്കെ ഒരു പുരുഷൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. എന്നാൽ ആ ഒരു പുരുഷൻ എന്ന് പറയണത് ഒരുപക്ഷെ വാപ്പയാകാം, അല്ലെങ്കിൽ ബ്രദറാവാം. അവരൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സമയം കഴിഞ്ഞാൽ ഇവൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് എന്ത് ചെയ്യുക പറയണം. അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ വരാം, ഞാൻ കൊണ്ടാക്കി തരാം എന്ന് വാപ്പ പറയാണ്. മനസ്സിലായി, അവളെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഞാനൊന്ന് കൂടെ പോയി കൊടുക്കട്ടെ എന്ന് ആങ്ങളെ പറയാണ്. അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു എക്സ്ട്രാ ഡ്യൂട്ടിയായി കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഇതൊരു ഭർത്താവ് അങ്ങനെയല്ല. ഒരു ഭർത്താവ് പിന്നെ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനും ഏത് സമയത്തും അയാൾ സന്നദ്ധനാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി എന്താണ്, പൊതുവേ ആണുകൾ, പുരുഷന്മാർ അല്പം നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്നുള്ളതാണ് ഈ ഇങ്ങനെയൊക്കെ പറയുന്നതിലേക്കുള്ള കാരണം. അപ്പോൾ അങ്ങനത്തെ പുരുഷന്മാരില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ നിരുത്തരവാദപരമായി പോകുന്ന ആളുകളെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും മാറ്റിക്കാനും കഴിയും. കാരണം ഒരു സ്ത്രീ ഇല്ലാതെ ഒരു പുരുഷന് പറ്റില്ല ജീവിക്കാൻ. മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ്, വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശ്രയത്വം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ വളരെ സ്നേഹത്തോടു കൂടി ഒരു പുരുഷൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനൊക്കെ അയാൾ തയ്യാറാകും. ഈ വിവാഹത്തിനോട് അല്ലാതെ തന്നെ ഇന്ന് വെറുപ്പുകളും അകൽച്ചയും ഉണ്ടാകുന്ന പെൺകുട്ടികൾ പലരും അവരുടെ നല്ല യൗവന കാലഘട്ടം വിവാഹിതരാകാതെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഈ ഒരു പുതിയ തലമുറയും പുതിയ കാലഘട്ടങ്ങളിലും സമൂഹത്തിൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങളും ധാരണകളും പങ്കുവെക്കുന്നതും ആളുകളിലേക്ക് എത്തിക്കുന്നതും യഥാർത്ഥത്തിലൊരു സാമൂഹ്യ ദ്രോഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. വിവാഹമെന്ന സുന്ദരമായ
ഒരു ജീവിതം അത് ശരിയായി ഈ വിവാഹം കഴിച്ചവരത് ഭംഗിയായി നിർവഹിക്കുവാനും വിവാഹം കഴിക്കാത്തവർ അതിന് പറ്റുന്ന ഇണകളെ കണ്ടെത്തി നല്ലൊരു ദാമ്പത്യത്തെ സ്വപ്നം കാണുവാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് നല്ലൊരു കുടുംബങ്ങളിൽ നിന്നൊരു കൺകുടുംബം പ്രദാനം ചെയ്യുമാറാവട്ടെ.